സാധാരണയായി കാണുന്ന ഒന്നാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഇപ്പോൾ പ്രായമായവരെ പറ്റി ഡോക്ടർ കിഷോർ പറഞ്ഞു. പക്ഷേ അത് ഈ പ്രായം മാത്രമാണോ ഘടകം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളും മറ്റും? ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് ഏറ്റവും നമ്മൾ അറിയപ്പെടേണ്ട വസ്തുത എന്ന് വെച്ചാൽ അതിന് രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല പലപ്പോഴും. അതെന്താണെന്ന് വെച്ചാൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഔട്ടർ ആസ്പെക്റ്റിലാണ് ഇത് വരിക, പുറം വശത്തിലാണ് ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരിക. അപ്പോൾ സാധാരണയായി മൂത്രമൊഴിക്കാനോ മറ്റോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, മൂത്രത്തിൽ രക്തം അല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ വേദന വരിക, അതെല്ലാം വന്നാൽ അതെല്ലാം ഒരു അഡ്വാൻസ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ സൂചിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ എല്ലുകളിൽ ബാധിച്ച എല്ലുവേദന വരിക, ഇതൊക്കെയാണ് വരുന്നത്. എന്നാൽ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഒരിക്കലും ഇതിന് രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല. അപ്പോൾ അതിനെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ടാണ് ഈ PSA ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ PSA നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാസവസ്തുവാണ്. അപ്പോൾ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ അമിതമായ അളവിൽ അത് കണ്ടുവരുന്നു. അപ്പോൾ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്താൽ നമ്മൾ ബയോപ്സി എടുത്തു, അത് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കി, വേറെ എങ്ങോട്ടും പോയിട്ടില്ലെങ്കിൽ നമുക്ക് അതിന് റേഡിയേഷൻ ചെയ്യാം, അല്ലെങ്കിൽ റോബോട്ടിക് സർജറി ചെയ്യാം. ഇതാണല്ലോ ട്രീറ്റ്മെൻറ്റ് വശങ്ങളുള്ളത്. റോബോട്ടിക് സർജറി ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റിൽ മാത്രം അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്തിൽ ചില ലിംഫ് നോഡുകൾ, കഴലകളിൽ മാത്രം ഒതുങ്ങുന്ന കേസുകളിലാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് അതിനെ മുഴുവനായി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മുഴുവനായിട്ട് മാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റോബോട്ടിക് ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഒരു കീ ഹോൾ ഓപ്പറേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താ വെച്ചാൽ, സാധാരണ ഒരു ഓപ്പൺ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ അമിതമായ രക്തസ്രാവം ഉണ്ടാകാം, അല്ലെങ്കിൽ രോഗിക്ക് വേദന വളരെയധികമാകാം, യൂറിൻ ലീക്കിനുള്ള സാധ്യതകൾ കൂടുതലാവാം, ഉദ്ധാരണശേഷി നഷ്ടപ്പെടാനുള്ള സാധ്യതകളെല്ലാം കൂടുതലാണ്. അപ്പോൾ ഈ റോബോട്ടിക് സർജറിയിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു മെച്ചം എന്തെന്ന് വെച്ചാൽ, നമുക്ക് യൂറിൻ ലീക്കിനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. ചെറുപ്പക്കാരിൽ വളരെ ഏർലി പ്രോസ്റ്റേറ്റ് ക്യാൻസർ, നേരത്തെ കണ്ടുപിടിക്കുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ ഉദ്ധാരണശേഷി തിരിച്ച് ലഭിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അത് പോവാതിരിക്കാവുന്നതാണ്. അതുമാതിരി തന്നെ 1-2 ദിവസം മാത്രമേ ഹോസ്പിറ്റലിൽ ഇതിന് ശേഷം ആസ്പത്രിവാസമുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം രോഗി ഒരു നോർമൽ ലൈഫിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇതെല്ലാമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ്. പിന്നെ വരുന്ന ട്രീറ്റ്മെൻറ്റാണ് റേഡിയേഷൻ ചികിത്സ. അപ്പോൾ റേഡിയേഷൻ ആണെങ്കിലും അതിൻ്റെ ഏത് റിസ്ക് ആണ് നോക്കിയിട്ട്, ഇപ്പോൾ ചിലപ്പോൾ പ്രായമായവർക്ക് ചിലപ്പോൾ സർജറി പറ്റാത്തവർക്കും പിന്നെ ചില റിസ്ക് ഹൈ ആയിട്ടുള്ളവർക്കെല്ലാം ഈ റേഡിയേഷൻ ചികിത്സ കൊടുക്കുന്നുണ്ട്. റേഡിയേഷൻ മുമ്പെല്ലാം ആൾക്കാർക്ക് ഭയമായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രോസ്റ്റേറ്റിൽ പല സന്ദർഭങ്ങളിലും നമുക്ക് വളരെ ഇഫക്റ്റീവായി സൈഡ് ഇഫക്ട്സ് കുറച്ച് റേഡിയേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ രോഗി വരുമ്പോഴും ഒരു യൂറോളജിസ്റ്റും റേഡിയേഷൻ ഓൺകോളജിസ്റ്റും മെഡിക്കൽ ഓൺകോളജിസ്റ്റും എല്ലാം അടങ്ങുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമിൻ്റെ ഒരു തീരുമാനമായി രോഗിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തീരുമാനമായിരിക്കും ഏതാണ് ബെസ്റ്റ് എന്നാണ് നമുക്ക് തീരുമാനിക്കാവുന്നത്.